എന്തായിരുന്നു ശരിക്കും? സിനിമ ഒന്നും സ്വപ്നത്തിൽ പോലും ഉണ്ടായിട്ടില്ല, സത്യം പറഞ്ഞത്. കള്ളം പറയല്ലേ? സത്യസന്ധമായി കമലദളം വന്നതാ. കമലദളം വന്നപ്പോൾ അത് നടന്നില്ല. അത് ഞാൻ അന്വേഷിച്ച് എനിക്ക് ഭാഗ്യം എനിക്ക് കൊണ്ടു തന്നു, പക്ഷെ നടന്നില്ല. അച്ഛനമ്മ സമ്മതിച്ചില്ല. അയ്യോ, അച്ഛനമ്മ പറഞ്ഞു ഇത് നിനക്കുള്ളതല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ആ കാലത്താണ് അച്ഛനമ്മമാര് പറയുന്നു, അത് കേൾക്കുന്നു, അത് നിനക്കുള്ളതല്ല, ഓക്കെ ഇല്ല. അങ്ങനെ വയസ്സുണ്ടായിരുന്നു ആ സമയത്ത്? ഒരു 17 വയസ്സ് ഒക്കെയാണ്, കോളേജ് പഠിക്കുന്ന സമയത്താണ് അത്. നമ്മൾ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ ലൊക്കേഷനിൽ പോയി എന്നോട് ആക്ച്വലി ഈ ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്, എന്നെ വിളിക്കുന്നു എന്ന് എന്നെ വിളിച്ച് പറയുന്ന ജയറാമേട്ടനാണ്. എൻ്റെ നാട്ടിലാണല്ലോ ജയറാമേട്ടൻ, എൻ്റെ നാട്ടിലെ സിനിമാ നടനാണ്. ജയറാമേട്ടൻ ത്രൂ ആണ് വിളിച്ചത്. അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഇല്ല, ഒന്നുമില്ല, അങ്ങനെയല്ല, വലിയ വലിയ ആളുകളാണ് വിളിക്കുന്നത്, അവിടെ പോയി പറയണം. കാരണം ലൊക്കേഷനിൽ ഞാൻ പോയി ലാലേട്ടനെ കണ്ടു, സിബി സാറിനെ കണ്ടു, ലോയ് സാറിനെ കണ്ടു, പാർവതി ആദ്യമായിട്ട് കണ്ടു. പാർവതിയുടെ പാട്ട് ഷൂട്ട് ചെയ്ത് സായന്തനം പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയമായിരുന്നു. കണ്ടു, ഇതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പം പറഞ്ഞു വിളിച്ചതിൽ സന്തോഷം, പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻ അഭിനയിപ്പിക്കാൻ ഉദ്ദേശമില്ല എന്നുള്ളത് അവർ പറഞ്ഞു. ഞാൻ സങ്കടത്തോടെ ഓക്കെ തലയാട്ടി ഞാനും തിരിച്ചു വന്ന ഒരു സമയമുണ്ട്. അപ്പം അതൊന്നും സ്വപ്നത്തിൽ പോലും ഇല്ല തന്നെയാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഒരു സീനൊന്നും ഉണ്ടായില്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അച്ഛനമ്മമാർ പറയുന്നു, കേൾക്കുന്നു, നിനക്കുള്ളതാണ്, അത്രേ ഉള്ളൂ നമുക്കൊക്കെ. എന്നാൽ എനിക്ക് അഭിനയിക്കണം, അങ്ങനെയൊന്നും ശഠിക്കാൻ പറ്റൂല തന്നെയാണ്. കാര്യം അച്ഛൻ, അമ്മ, ചേട്ടന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു പട്ടാളമുണ്ട് എനിക്ക് ചുറ്റും. അപ്പം നമുക്ക് അങ്ങനെയൊന്നും പറയാനുള്ള ഒരു റൈറ്റ് ഒന്നും ഇല്ല.